രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ചെന്നൈ കടന്നു പോകുന്നത്. എങ്ങനെ ഈ വർധയെ വിലയിരുത്തുന്നു? കെടുതി ഉണ്ടാകാനുള്ള സാധ്യതകൾ എങ്ങനെ? ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അവിടെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വർദ്ധിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഒരു സൈക്ലോൺ വളരെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകാതെ കടന്നുപോയി. എന്നാൽ ഇപ്പൊ വർധ ശക്തമായിട്ട് ചെന്നൈയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു സൂചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കും എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു വാല്യൂ ആണ്. അത് തീർച്ചയായിട്ടും ചെന്നൈ പോലുള്ള സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ നിലയിൽ. പ്രത്യേകിച്ച് ഇന്ന് അവിടെ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്നൈ നഗരത്തിൽ അത് തീർച്ചയായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ വളരെ വലിയ മഴയും കാറ്റും അവിടെ ആഞ്ഞടിക്കുന്നുണ്ട്. ഏതാണ്ട് 150 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു വാല്യൂ ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഒരു വർഷം മുമ്പ് തന്നെ ഇതുപോലെയുള്ള സൈക്ലോൺ അന്ന് ഡെവലപ്പ് ചെയ്തില്ല. പക്ഷെ എന്നിരിക്കലും അന്ന് മഴ ശക്തമായിട്ട് പെയ്യുകയും ചെന്നൈയിൽ ഫ്ലഡിങ് ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ എന്നിരിക്കലും ഈ സൈക്ലോൺ ഇപ്പോൾ വന്നിരിക്കുന്ന വർധ സൈക്ലോൺ വളരെ ശക്തമായ ഒന്ന് തന്നെയാണ്. അതിന്റെ ലാൻഡ്ഫോൾ വരുമ്പോൾ അതിന്റെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ അധികാരികൾ തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാകും. കാരണം നേരത്തെയുള്ള സംഭവത്തിന്റെ പാഠം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പൊ കരുതേണ്ടിയിരിക്കുന്നത്. ഇത് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാക്കും. അടുത്ത ഒരു 12 മണിക്കൂർ നേരത്തേക്ക് നിർണായകമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ചെന്നൈയുടെ വടക്കൻ ഭാഗങ്ങൾ, ആന്ധ്രാപ്രദേശിന്റെ തീരങ്ങൾ, അത് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഒറീസയുടെ ഭാഗങ്ങൾ, ഇത്രയും ഭാഗങ്ങളിലാണ് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇത് സാധാരണയായിട്ട് ഈ കാലയളവിൽ ഈ ഭാഗങ്ങളിൽ മഴയെത്തുന്ന സമയമാണ്. ആ സമയം ചില അവസരങ്ങളിൽ അതൊരു ട്രോപ്പിക്കൽ സൈക്ലോണായിട്ട് മാറുകയും ശക്തി പ്രാപിച്ച് അവിടെ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ദശകമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അറ്റ്ലാന്റിക്കിലെയും പസഫിക്കിലെയും ഹറിക്കെയിൻ, ടൈഫൂൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ നമ്പേഴ്സ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പോ സമുദ്രോപരിതല താപനിലയിലെ വ്യതിയാനമാണ് ഇപ്പോഴത്തെ. ശ്രീ രാജകുമാർ കമ്മത്ത്, ദയവായി തുടരുക. ഇപ്പോൾ സിനിമ PRO അജയ് കുമാർ നേർ സാക്ഷ്യം നൽകും. അജയ്, എങ്ങനെ താങ്കൾ ചെന്നൈയിൽ ഉണ്ടെന്ന് കരുതുന്നു? എങ്ങനെയാണ് അവിടെ ഇപ്പോൾ സ്ഥിതി? ഇവിടെ ഇപ്പോൾ 1 മണി തൊട്ട് 3 മണി വരെയാണ് അലേർട്ട് കൊടുത്തിട്ടുള്ളത്. ശക്തമായ കൊടുങ്കാറ്റും ഉണ്ടാകുന്നത്. പക്ഷേ മഴയ്ക്ക് മുമ്പേ ഇപ്പോൾ 2 മണിക്കൂറായിട്ട് ശക്തമായ കാറ്റും മഴയും തന്നെയാണ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം. ശക്തമായ കാറ്റും മഴ തന്നെയാണ്. 2 മണിക്കൂർ എല്ലാ വിദ്യുച്ഛക്തി ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. റോഡിലെല്ലാം വെള്ളം ആയി കഴിഞ്ഞു. വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ? അതോ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും വളരെ വാഹനങ്ങളെ പോകുന്നുള്ളൂ. അവിടെ വാഹനങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമാണ്. നിങ്ങളൊക്കെ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഞങ്ങൾ വടവള്ളിയിലാണ്. എല്ലാവരും വീടിനകത്ത് തന്നെ തുടരുകയാണ്? എല്ലാ വീടിനകത്താണ്. പുറത്ത് റോഡിൽ ഒന്നും സഞ്ചാരങ്ങളൊന്നുമില്ല. ശക്തമായ മഴയാണ്. കാറ്റ് അതിഭയങ്കരമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതായത് താങ്കളുടെ ടെലിഫോൺ ലൈനിൽ പോലും എനിക്ക് തോന്നുന്നു ആ ബന്ധത്തെ പോലും ബാധിക്കുന്നുണ്ട്. അതെ. ഞാൻ തന്നെ ഇപ്പൊ അടുത്ത ഒരു മുറിക്കുന്നത്. അതായത് എന്ത് നിർദ്ദേശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? അതായത് ആരും വീട് എന്നുള്ളതാണ് എന്റെ നിർദ്ദേശം. അതായത് അകത്ത് തുടരുക, വാഹനങ്ങൾ എടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ. അതെ. വാഹനങ്ങളോ മറ്റോ ഒന്നും പുറത്തിറക്കരുത്. ആരും പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ളതാണ്. എന്തും നേരിടാൻ തക്ക രീതിയിലുള്ള പോലീസ് സംവിധാനങ്ങളെ അല്ലെങ്കിൽ സുരക്ഷാ വിഭാഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ? ഇല്ല, അതെ. ഇവിടെ ആംബുലൻസുകളും മറ്റു പോലീസ് വാഹനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എല്ലാ സേഫ്റ്റി മെഷർമെന്റ്സും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ശ്രീ അജയ്, ദൃശ്യങ്ങളിൽ വളരെ ഭയാനകമായ രീതിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. കാരണം തെങ്ങൊക്കെ പകുതിയോളം ചായുകയാണ്, ഏത് നിമിഷവും ഒടിഞ്ഞ് മറിഞ്ഞു വീഴും. വലിയ ആൽമരങ്ങൾ പോലും വടവൃക്ഷങ്ങൾ പോലും വേരോട് കൂടി പിഴുത് വീഴുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതെ, അത് ഫോണിലൂടെ വ്യക്തമാണ്.
അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടോ, മലയാളികളൊക്കെ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊക്കെ? എല്ലാവർക്കും ഭയപ്പാടുണ്ട്. പൊതുജനത്തിന് മൊത്തം ഒരു ഭയപ്പാട് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും വളരെ ശക്തമായ ഒരു ഇതാണ്, കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും ശക്തമായ കാറ്റും മഴയുമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ അരുൺ ചെന്നൈയിൽ നിന്നും ചേരുന്നു. അരുൺ, താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടുത്തെ എന്ത് കാലാവസ്ഥ നൽകുന്ന സൂചനകൾ എന്ത്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? ഇല്ല, കടുത്ത കാറ്റ് ആഞ്ഞു വീശുകയാണ്. ഒപ്പം തന്നെ ഒന്നരയോടടുപ്പിച്ചാണ് ഏറ്റവും കടുത്ത ലാൻഡ്ഫോൾ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള വാർണിങ്ങുകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഗവൺമെന്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 1000-2000-ഓളം ആളുകളെ ഇതിനകം തന്നെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1000-ലധികം റിലീഫ് സെന്ററുകൾ തുറന്നതെല്ലാം തന്നെ ആക്ടിവേറ്റ് ആയിരിക്കുന്നു. 400-ലധികം മരങ്ങൾ ഇതിനകം സിറ്റിയിൽ പലയിടങ്ങളിലായി മുറിഞ്ഞു വീണത് മാറ്റാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ഒരു രാത്രിക്ക് സമാനമായ രീതിയിലേക്ക്, കാരണം ഇരുട്ട് വ്യാപിക്കുന്നുണ്ടോ? ഇരുട്ട് വ്യാപിക്കുന്നതിന്റെ അല്ല, പക്ഷെ വിസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെ ഓപ്പറേഷനുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് വിൻഡും വിസിബിലിറ്റിയും കുറവായതുകൊണ്ട് എയർപോർട്ട് ഓപ്പറേഷൻസ് മുഴുവനെ നിർത്തലാക്കിയിരിക്കുന്നു. റോഡുകളെല്ലാം തന്നെ വിജനമായി കഴിഞ്ഞു. കാരണം മരങ്ങൾ കടപുഴകി വീഴുന്നതോടൊപ്പം തന്നെ ഇരുചക്ര ഗതാഗതം ഒരു 11 മണിക്ക് ശേഷം തന്നെ അസാധ്യമായിരുന്നു. വാഹനങ്ങൾക്ക് ഓടാൻ കഴിയാത്ത അവസ്ഥയിൽ കാറ്റായിരുന്നു. ഈ ചെറു വീടുകളൊക്കെ ഉണ്ട് തീരപ്രദേശങ്ങളിലൊക്കെ, അവിടെയൊക്കെ അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? കാരണം ഇത്രത്തോളം കാറ്റ് ചുറ്റി വീശുമ്പോൾ ഭൂമി പ്രതലത്തിലെ ഒരുപക്ഷെ ടച്ച് ചെയ്തുകൊണ്ട് അതിവേഗതയിലൂടെ പായുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പോ ചെന്നൈയുടെ നോർത്ത് ചെന്നൈ, കടപ്പുറ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ചേരി പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം തന്നെയുള്ള 100 കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. ധാരാളം റിലീഫ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. ചെന്നൈ നഗരത്തിൽ മൊത്തത്തിൽ വൈദ്യുതി ബന്ധങ്ങളെല്ലാം തകരാറിലായി കഴിഞ്ഞു. ഇന്റർനെറ്റ് പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും തകർന്നു കഴിഞ്ഞു. മൊബൈൽ സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ചെന്നൈ ഫ്ലഡ് ഉണ്ടായതുപോലെയുള്ള ഒരു അവസ്ഥയിലോട്ടൊന്നും ഇതുവരെ നമ്മൾ പോകുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ കാറ്റിന്റെ ഒരു കാഠിന്യം കൂടുന്നതനുസരിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ചേരികളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലോ ജീവിക്കുന്ന, കടലോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 1:30യോടുകൂടി മഴ, കാറ്റ് കനക്കാൻ പോവുകയാണ്. അപ്പൊ ലാൻഡ്ഫാള് അത്രമാത്രം ഗുരുതരമാകുന്ന ഒരു അവസ്ഥയിലായിരിക്കും അതിന്റെ ഏറ്റവും കാഠിന്യം അനുഭവപ്പെടുക. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ദയവായി തുടരുക. ശ്രീ രാജഗോപാൽ കമ്മത്ത്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീ രാജഗോപാൽ കമ്മത്ത്, അതായത് ഒരു പാഠം ഉൾക്കൊണ്ടു നേരത്തെ ആ ഫ്ലഡ് ചെലുത്തിയ ഒരുപക്ഷെ തുടച്ചു നിൽക്കുന്ന തരത്തിലേക്ക് ചെന്നൈയുടെ ഭൂരിഭാഗം മേഖലയും, അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ബദൽ മാർഗങ്ങൾ ഒന്ന് പ്രകൃതി ക്ഷോഭമാണ്. അതിനെ പരിമിതമായ ഒരുപക്ഷെ എത്രത്തോളം നമുക്കതിനെ ചെറുക്കാൻ കഴിയും, അതൊക്കെ നമുക്ക് നിയന്ത്രണങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കുമോ എന്നുള്ള സംശയമാണ്. എങ്കിൽ കൂടിയും ഇന്നത്തെ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ബദൽ മാർഗങ്ങൾ അത് എത്രത്തോളം വിജയകരമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും? ജീവാപായം അല്ലെങ്കിൽ ഒരു ആളപായം ഇല്ലാതെ ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? നമുക്കിപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴുകി പോകാനുള്ള വഴികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരളവ് വരെ നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് കഴിയും. പക്ഷെ സൈക്ലോൺ എന്ന് പറയുന്നത് വളരെ വലിയ ഊർജം പുറത്തുവിടുന്ന വളരെ വലിയൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൽ ഏറ്റവും ആദ്യം ബാധിക്കാൻ പോകുന്നത് അവിടുത്തെ ഇലക്ട്രിക് പോൾസ്, മരങ്ങൾ തുടങ്ങിയവയൊക്കെയാണ്. അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. മരങ്ങൾ കടപുഴകി വീഴുകയും ഇലക്ട്രിക് ലൈനുകൾക്ക് ഡാമേജ് ഉണ്ടാകുകയും ടെലിഫോൺ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്യും ഈ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ ആൾനാശം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. ഇപ്പൊ കേട്ടതുപോലെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് മറ്റു മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ നാശം നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതുമൂലമുണ്ടാകുന്ന വൻ സാമ്പത്തിക നഷ്ടം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഈ പ്രകൃതി പ്രതിഭാസം നമുക്ക് തടയാൻ പറ്റുന്ന ഒന്നല്ല. അത് മാത്രമല്ല, ഇത് ഏറ്റവും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കൾക്ക് ഇത് വലിയൊരു പ്രശ്നമാകും. കാരണം ഇത്രയും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിനാശം ഉണ്ടാകും. ഒരു അഗ്രികൾച്ചറൽ ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ആ ഭാഗങ്ങളിലുള്ളത്. അത് മാത്രമല്ല,
പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധുക്കളായ ജനങ്ങളെ ഇത് വളരെയധികം ശക്തമായിട്ട് ബാധിക്കും. കാരണം വളരെ വലിയ തിരയും ശക്തമായ കാറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ വാസസ്ഥലങ്ങൾ ഛിന്ന ഭിന്നമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിപ്പോൾ കണ്ടുവരുന്നത് ചെന്നൈയുടെ വടക്ക് ഭാഗവും ആന്ധ്രാപ്രദേശും ഒറീസയും ബാധിക്കുമെന്നാണ് കണ്ടുവരുന്നത്. പക്ഷേ ഒരു അപ്രവചനീയത അതിനകത്ത് തീർച്ചയായിട്ടും ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ചെറിയ മാറ്റങ്ങൾ, ഇപ്പോൾ സമുദ്രോപരി താപനിലയിലെ ചെറിയ മാറ്റങ്ങൾ തന്നെ ചിലപ്പോൾ ഇതിനെ തീവ്രത വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ 1.5 ശേഷമുള്ള കാലയളവിലായിരിക്കും നമുക്ക് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയ കിട്ടാനായിട്ട് പോകുന്നത്. ഏതായാലും ചെന്നൈ പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രതിഭാസം വളരെ വലിയ നാശനഷ്ടങ്ങൾക്ക് ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അരുൺ, അതായത് ഇതിന്റെ അരുണിലേക്ക് വരുമ്പോൾ ശ്രീ അജയ് കുമാർ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ശ്രീ അജയ്, അതായത് എന്ത് സംഭവിച്ചാലും, കാരണം നമുക്ക് നേരിടുക പ്രകൃതി ദുരന്തമാണ്, അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഒരു പരിമിതികൾ ഒരു പക്ഷേ ഉണ്ടാകാം. പക്ഷേ ഇതിന്റെ ഫലം ഉണ്ടാകുന്നത് പല അർത്ഥത്തിൽ. കാരണം പ്രത്യേകിച്ച് നേരത്തെ രാജഗോപാൽ കമ്മത്ത് സൂചിപ്പിച്ചതുപോലെ ചില ടെന്റുകളൊക്കെ അടിച്ച് അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, ഇതൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഒരു ബാധിക്കാൻ പോകുന്നത് ചെന്നൈ നഗരത്തെ, കാരണം കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ മേഖലയിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? ഇപ്പൊ ചെന്നൈയുടെ വടക്കൻ പ്രദേശത്ത് കടലൂർ അങ്ങനെയുള്ള ഭാഗത്താണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ എന്തായാലും വലിയ ദോഷങ്ങളുണ്ടാവും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിൽ ഇപ്പൊ നമ്മള് സിറ്റിയിൽ വീടിനകത്തിരിക്കുന്നവരൊക്കെ സേഫാണ് ഇപ്പോ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ പുറത്താണ് ഭയാനകമായ അന്തരീക്ഷം. തുടരുക ദയവായി. ഇപ്പോൾ പുതിയ വിശദാംശങ്ങൾ നൽകാനുള്ളത് 400-ൽ-അധികം മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു ചെന്നൈയുടെ വിവിധ മേഖലകളിൽ. ഏകദേശം ഇപ്പോൾ തീരപ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1:30-ക്ക് ശേഷമായിരിക്കും എല്ലാവരും നോക്കിക്കാണാൻ പോകുന്ന, അല്ലെങ്കിൽ ആ ഭയാനകമായ നിമിഷങ്ങളിലൂടെ ചെന്നൈ കടന്നു പോവുക. ദുരന്തത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന ചിന്ത തന്നെയാണ് എവിടെയും എല്ലാ ഭാഗത്തും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതായി ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലഭിക്കുന്നു. എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു ചെന്നൈയിൽ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇനിയുള്ള നിമിഷങ്ങൾ എത്രത്തോളം നിർണായകമായിരിക്കും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം? അത് ഒരു നേരത്തെയൊക്കെ കഴിഞ്ഞ ഫ്ലഡ് സമയത്ത് നമ്മൾ ഓരോ നിമിഷങ്ങളും നിർണായകമായി ഉറ്റുനോക്കി. അവിടെ ഉണ്ടായ അവിടെ തിരുവള്ളൂരിൽ കനത്ത മഴയും കനത്ത നാശനഷ്ടവും ഉണ്ടാകുന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇത് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് വളരെ വലിയൊരു സൈക്ലോണായിട്ട് ഡെവലപ്പ് ചെയ്യത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഇതിപ്പോ ഒരു 150 കിലോമീറ്ററോളം വേഗതയുള്ള വളരെ വലിയൊരു പ്രതിഭാസമായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ വളരെ വലിയ സ്റ്റോം സർജിനും അതുമാത്രമല്ല വളരെ വലിയ കാറ്റിനും ഇപ്പോൾ കേട്ടതുപോലെയുള്ള മരം കടപുഴകി വീഴുക, ഇലക്ട്രിക് ലൈനുകൾ നാശമാകുക, പിന്നെ ടെലിഫോൺ ബന്ധങ്ങൾ ഇല്ലാതാകുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കുള്ള ചാൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല നാളെ അവധിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ആളുകൾ കയ്യിൽ പൈസയും ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇല്ലാതെ പട്ടിണിയായിരുന്നു ആ സമയത്ത്. അത് മാത്രമല്ല ആശുപത്രികൾ ക്ലോസ് ചെയ്തു. അപ്പോൾ അത്രയും ഫ്ലഡിങ് സിറ്റുവേഷൻ എന്തായാലും തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഈ കാറ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. കാറ്റ് എത്രത്തോളം ആ നഗരത്തെ ബാധിക്കുന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സാധുക്കൾ താമസിക്കുന്ന മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും ഇത്തരത്തിലുള്ള ഈ ബലം കുറഞ്ഞ വീടുകളിൽ പാർക്കുന്നവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. കടലോര പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇത് കടലൂർ പോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ലാൻഡ് ഫോൾ വരും. ആ ലാൻഡ് ഫോൾ ഉണ്ടാകുകയാണെങ്കിൽ അവിടുത്തെ ആളുകളെ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ പെട്ടെന്ന് തന്നെ ദൂരപ്രദേശങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം. അത് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത്. അതുപോലെ മറ്റുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ ഇപ്പൊ ആന്ധ്രാപ്രദേശിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒറീസയുടെ തീരപ്രദേശത്തും ഇത് തീർച്ചയായിട്ടും. ശ്രീ രാജഗോപാൽ കമ്മത്ത്, വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ താങ്കളുടെ സാന്നിധ്യം ഈ നമ്മുടെ കോട്ടയം സ്റ്റുഡിയോയിൽ ആവശ്യമായിട്ടുണ്ട്. താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്, കാരണം നേർ സാക്ഷ്യം പകർന്ന് ജനങ്ങളിലേക്ക് നൽകേണ്ടതുണ്ട്. ഏറെ നിർണായകമായ നിമിഷങ്ങളിലൂടെ ചെന്നൈ കടന്നു പോകുമ്പോൾ തുടർച്ചയായ വാർത്താ ബുള്ളറ്റിനിലേക്ക് പീപ്പിൾ TV
കടന്നു പോവുകയാണ്. താങ്കളുടെ സുപ്രധാന സാന്നിധ്യം കൂടി താങ്കളുടെ തേടുകയാണ്. താങ്കൾ ദയവായി ഇപ്പോൾ എനിക്ക് തോന്നുന്ന സമീപ പ്രദേശത്തായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ എത്താം. തീർച്ചയായും താങ്കൾ ടെലിഫോൺ ലൈനിൽ കട്ട് ചെയ്യരുത്. നിന്നുകൊണ്ട് തന്നെ താങ്കൾ തുടർന്നുകൊണ്ട് തന്നെ താങ്കൾ നമ്മുടെ സ്റ്റുഡിയോയോടൊപ്പം ചേർന്ന് പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പുതിയ നമുക്ക് നൽകാൻ കഴിയുന്നത് തീരപ്രദേശത്തേക്ക് വർദ്ധിത വീര്യത്തോടുകൂടി വർധ എത്തിയിരിക്കുന്നു എന്ന വിശദാംശം. ഒപ്പം തിരുവള്ളൂരിൽ കനത്ത മഴ പെയ്യുന്നു. 400-ലധികം വരുന്ന മരങ്ങൾ കടപുഴകി വഴിമുടക്കിയായി മാറുന്നു. വൈദ്യുത ബന്ധം ഒക്കെ തന്നെ പൂർണ്ണമായും പല സ്ഥലങ്ങളിലും വിച്ഛേദിക്കപ്പെടുന്നു. ഒരു അന്ധകാരത്തിന് സമാപനമായ രീതിയിലേക്ക് ചെന്നൈ മാറുന്നു. 10,000 പേരെ നെല്ലൂരിൽ മാത്രം മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 140 km/h അത് ഒരു അപകട സൂചനയാണോ ശ്രീ രാജഗോപാൽ കമ്മത്ത്? രാജഗോപാലിലേക്ക് എത്തുമ്പോൾ ശ്രീ അജയ് താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭീതിജനകമായ അപകട സാധ്യത തന്നെയാണത്. കാരണം ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഇവര് പറഞ്ഞ ഈ ഡെഡ് ലൈൻ, ഈ കാറ്റ് വരാൻ, ഈ വർധ വരാൻ. പക്ഷെ അതിന് മുമ്പേ തന്നെ ഭയങ്കര ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതായത് ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ എന്തായാലും തൽക്കാലം കാണേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കാറ്റായതുകൊണ്ട് അജയ്, ഞാനിപ്പോ നിൽക്കുന്നത് വടവള്ളിയിലാണ്. ഇപ്പൊ ജസ്റ്റ് AVM സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പൊ ഏതാണ്ട് 2 മരങ്ങൾ ഇപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തിനിടയ്ക്ക് തന്നെ കടപുഴകി കഴിഞ്ഞു. ഈ തിരുവള്ളൂർ ചെന്നൈയുടെ ഏത് ഭാഗത്ത്, അല്ലെങ്കിൽ അവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട 15 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്. ശ്രീ അജയ്, ചെന്നൈയിൽ നിന്നും ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഇത് നിൽക്കുന്നത്. അവിടെ എങ്ങനെയാണ് ഈ ഗ്രാമപ്രദേശം, അതായത് ഈ തിരുവള്ളൂരിൽ പാവങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ്? കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. അവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്. അതെ അതെ, അവിടെ നിന്നുള്ള ഇപ്പൊ തത്സമയം എല്ലാ വിനിമയ ഇതും സൗകര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ലാൻഡ് ലൈൻ ഫോൺസ് എല്ലാം നിലച്ചു കഴിഞ്ഞു. വൈദ്യുതി വിച്ഛേദിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ നെറ്റ്വർക്ക് പോലും എത്ര സമയം കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ അതെ അതെ അതെ, കാറ്റ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അജയ് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതെ, തീർച്ചയായും ദൃശ്യങ്ങൾ അടക്കം കാണുന്നുണ്ട്, അത് വ്യക്തമാകുന്നുണ്ട്. അജയ്, ആളുകളെല്ലാവരും നിങ്ങൾ കൂട്ടം കൂടിയാണ് ഇപ്പോൾ അവിടെ ആ പ്രദേശത്ത് നിൽക്കുന്നത്. ഈ 1:30-ലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഗാഢത, അതിന്റെ തീവ്രത കൂടുമെന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ഓരോ മിനിറ്റുകൾ കഴിയും തോറും ഈ കാറ്റിന്റെ വേഗതയിൽ നിങ്ങൾക്ക് അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും ആ തീവ്രത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് കൂടുകയാണ്. എങ്ങനെയാണ്? കാരണം ഒപ്പം മഴയും, ഈ കാറ്റിനൊപ്പം മഴ കൂടി. സാധാരണ ചിലപ്പോൾ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ മഴ ഒന്ന് ശമിക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ കാണാറുണ്ട്. മഴയ്ക്ക് ശമനമല്ല, മഴയും കാറ്റും ഒന്നിച്ചാണ് ഇവിടെ ഇപ്പോൾ. അതായത് മഴയും കാറ്റും ഒന്നിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ഇപ്പോൾ? ഞാൻ വടവളനി. അവിടെ എന്താണ് ഇപ്പോൾ? അവിടെ എങ്ങനെയാണ് ആളുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണോ? ഇല്ല, ഇത് നഗരമാണ്. തീർച്ചയായും. അവിടേക്ക് എങ്ങനെയൊക്കെയാണ്? അവിടെ ഭൂമിശാസ്ത്രപരമായ കെട്ടിടങ്ങളുടെയൊക്കെ സ്ഥിതി, കൂടുതൽ കെട്ടിടങ്ങളുള്ള മേഖലയാണോ? ഇവിടെയെല്ലാം ബഹുതല കെട്ടിടങ്ങളുള്ള സ്ഥലങ്ങളാണ്. അതിൽ തന്നെ വളരെ പഴയ കെട്ടിടങ്ങളും ധാരാളം ഉള്ള ഒരു സ്ഥലമാണ്. ഈ കാറ്റിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണോ? അത് നമുക്ക് പ്രവചിക്കാൻ വയ്യ. അതായത് ഞാൻ ചോദിച്ചത് അതായത് പഴക്കമൊക്കെ നോക്കുമ്പോൾ. അതെ, പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അധികവും. അതായത് അതിനകത്ത് പോലും സുരക്ഷിതം അല്ല എന്ന് പറയേണ്ടി വരും. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ സുരക്ഷിതം അല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് ശക്തമായ കാറ്റ് നേരിട്ട് ഏതെങ്കിലും രീതിയിൽ സംഭവിച്ചാൽ പെട്ടെന്ന് എത്താൻ സേനാ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കോ ഒക്കെ എത്താൻ പറ്റുന്ന പ്രദേശമാണ്. എല്ലാ സൗകര്യം അങ്ങനത്തെ പ്രദേശം തന്നെയാണ്. തീർച്ചയായും ശ്രീ അജയ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് അജയ്? കാറ്റ് കൂടുതൽ തീവ്രമാകുന്നുണ്ടോ? കാറ്റ് തീവ്രത തന്നെയാണ്. കാറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴയും കനക്കുന്നു. മഴ കനക്കുന്നില്ല, ഒരേ ലെവലിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കാറ്റിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞ പോലെ ചിലപ്പോൾ കാറ്റ് കൂടുന്നതോടെ ചിലപ്പോൾ മഴ ഇനിയും കുറഞ്ഞ് ശമിക്കാൻ സാധ്യതയുണ്ട്.
യെസ് എന്തായാലും ഞാൻ താങ്കൾ തുടരുക. മടങ്ങിയെത്താം. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് തിരുവള്ളൂരിൽ കനത്ത മഴ തുടരുന്നു. ഒപ്പം 1000 പേരെ നെല്ലൂരിൽ നിന്നും 10,000 പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. തീരപ്രദേശങ്ങളിൽ നിന്നും നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 500-ലധികം വരുന്ന മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. വൈദ്യുതി ബന്ധം കൂടുതൽ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ വീണും അല്ലാതെയും പല സ്ഥലങ്ങളിലും വിച്ഛേദിക്കുന്നു. 140 km/h ഇപ്പോൾ ഇത് കാറ്റിൻ്റെ തീവ്രത പോകുന്നു. അത് അപകടകരമായ ഒരു സൂചന തന്നെ ആയിരിക്കാമെന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഒപ്പം മറ്റ് ഭൗമശാസ്ത്ര വിദഗ്ധരൊക്കെ തന്നെ നൽകുന്ന സൂചന. പര്യാപ്തമായ രീതിയിലേക്ക് ആണോ ഇത് ഒരുപക്ഷെ നേരിടാൻ പറ്റുന്ന സംവിധാനമാണോ എന്ന് ഓരോ നിമിഷങ്ങൾ കഴിയുംതോറും നോക്കിക്കാണുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം കാർഷിക മേഖല കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ ചുഴലിക്കൊടുങ്കാറ്റ് എന്തായാലും തമിഴ്നാടിനെ കൂടുതൽ ബാധിക്കും. ഇപ്പോൾ 7000 പേരെ തമിഴ്നാട്ടിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ആന്ധ്രയിൽ 10,000-ലധികം പേരെയും മാറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. 1:30 തന്നെ ഇതിൻ്റെ തീവ്രത കൂടുതൽ ബോധ്യമാകും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം മറ്റ് മേഖലയിലെ ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം എല്ലാവരും ജാഗരൂകരായി തന്നെ ഉറ്റുനോക്കുകയാണ് കാറ്റിൻ്റെ തീവ്രതയെ. ദുരന്തത്തിലേക്ക് പോകുമോ, ദുരന്തത്തിന് വഴിമാറുമോ എന്ന ഒരു ആശങ്ക എല്ലാ മുഖങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും ഒപ്പം ചെന്നൈയുടെ വിവിധ മേഖലകളിലും കാണാൻ കഴിയുന്നുണ്ട്. വടക്കൻ ആന്ധ്രയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ ഒരുപക്ഷെ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഗ്രീഷ്മ, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? പ്രജീഷ്, ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു ദുരന്തമായിരിക്കും ഉണ്ടാകുക എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ 100 കിലോമീറ്റർ വേഗതയിലാവും എത്തുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് 140 കിലോമീറ്റർ അധികം വേഗതയിലാണ് വർധ ചുഴലിക്കാറ്റ് തീരം തൊടാൻ എത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനിടയിലും സ്ഥിതിഗതികൾ ശക്തമായി തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കാൻ തമിഴ്നാട് സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താനായി നാവികസേനയുടെ 2 കപ്പൽ പൂർണ്ണമായും സജ്ജമാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ. ഇന്നലെ തന്നെ അദ്ദേഹം നാവിക കരസേന പ്രതിനിധികളുമായി ചർച്ച നടത്തി ഇത്തരത്തിലൊരു സാഹചര്യം നേരിടാൻ സജ്ജമാണെന്ന് നാവികസേന പ്രതിനിധികൾ, കരസേന നാവികസേനയുടെ പ്രതിനിധികൾ അറിയിച്ചിരുന്നു. നാവികസേനയുടെ ഒരു കപ്പലിൽ 50,000-ലധികം പേർക്കുള്ള ഭക്ഷണവും അത് മരുന്നുകളും 50-ലധികം മുങ്ങൽ വിദഗ്ധരും ചെറു ബോട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു കപ്പൽ സജ്ജമാക്കിയിട്ടുണ്ട്. 260-ലധികം പുനരധിവാസ ക്യാമ്പുകൾ തമിഴ്നാട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 7,000-ലധികം ആളുകളെ ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 10,000-ലധികം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം നേരിടാനായിട്ട് ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ സജ്ജമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെ 14 കമ്പനി അർദ്ധസൈനിക വിഭാഗ സേനയെ വിന്യസിച്ചിട്ടുണ്ട് വിവിധയിടങ്ങളിലായി. പോലീസ് ഇടയ്ക്കിടെ പട്രോളിംഗ് നടത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായ സമയത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. 140 km/h വേഗതയിലാണ് ഇപ്പോൾ 150-ലേക്ക് കടന്നിരിക്കുന്നു വർധ. ഏറെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ ശക്തി പ്രാപിക്കുന്നുണ്ട്. നേരത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത് ഒരുപക്ഷെ 140-അടുത്തേക്ക് 120 ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് കെടുതി ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടുതൽ വരുന്നത്. ഗ്രീഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരങ്ങളൊക്കെ തന്നെ വീഴുന്നു. ഈ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ മേഖലകളായിരിക്കും? ഒരുപക്ഷെ ചെന്നൈയിൽ ആ പ്രദേശങ്ങളിലൊക്കെ വലിയ കൂറ്റൻ കെട്ടിടങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ ജനങ്ങൾ ഇപ്പോൾ കയറി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് തീരപ്രദേശങ്ങളടക്കമുണ്ട്. തീരപ്രദേശങ്ങളിലെ കൊച്ചു വീടുകൾ ഉണ്ട്, ഗ്രാമപ്രദേശങ്ങളടക്കമുണ്ട്. ഇവിടെയൊക്കെ ആയിരിക്കുമോ കൂടുതൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? തറ തുടച്ചുകൊണ്ട് അതിവേഗതയിൽ കരയിലേക്ക് അടുക്കുമ്പോൾ വേഗത 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ.
തീർച്ചയായും പ്രജീഷ്, തറ തുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി തന്നെയായിരിക്കും വർധ ചുഴലിക്കാറ്റിൻ്റെത്. തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് വളരെ ചെറിയ ചെറിയ കൂരകളിലാണ് അവർക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കുടിലുകൾ ഒക്കെ തകർന്നു വീഴാനും മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ 400-ലോ 500-ലോ അധികം മരങ്ങൾ കടപുഴകി വീണു. മൈലാപ്പൂരിൽ ഒരു സ്ത്രീ മരം കടപുഴകി വീണ് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലെ വിവിധ കെട്ടിടങ്ങൾ ചെറിയ കെട്ടിടങ്ങൾക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രളയത്തോടനുബന്ധിച്ച് തന്നെ പുതുക്കി പണിതിട്ടില്ലാത്ത പല കെട്ടിടങ്ങൾക്കും ബലക്ഷയം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ.